ജഗദീശ ജീവസന്ധായക നമിക്കുന്നു. കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവ. ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ലു തെളിഞ്ഞാലും ആയിരം വസന്തങ്ങൾ വിരിഞ്ഞാലും ആയിരം മഴവില്ലു തെളിഞ്ഞാലും സദാത്മ ചൈതന്യമേ നിന്നുടെ ശക്തിയെ വാഴ്ത്തുന്നു സർവ്വവുമേ. സദാത്മ ചൈതന്യമേ നിന്നുടെ ശക്തിയെ വാഴ്ത്തുന്നു സർവ്വവുമേ. ചിന്മയരൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ധായക നമിക്കുന്നു. കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവ. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹം നിറഞ്ഞ നമസ്കാരം. ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ ദിനവും നമ്മൾക്ക് ഓൺലൈനായിട്ടാണ് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാളികളുടെ മനസ്സിൽ നർമ്മത്തിന്റെ നിത്യവസന്തം തൂകിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. ആ കഥയുടെ സുൽത്താൻ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. വൈക്കം താലൂക്കിൽപ്പെട്ട തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 അദ്ദേഹത്തിന്റെ ജനനം. രസകരവും സാഹസികവുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠനകാലം. ബഷീറിന്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യം. മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്ന ബഹുമതിയും ജനകീയ എഴുത്തുകാരൻ എന്ന മുഖമുദ്രയും അദ്ദേഹത്തിന് ഉണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെ മുഖ്യ വിഷയം. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന കൃതിയിലൂടെ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ളത്. പുസ്തക രൂപത്തിൽ ആദ്യം പുറത്തിറങ്ങിയ കൃതിയാണ് പ്രേമലേഖനം. ഹാസ്യാത്മകമായി ചിത്രീകരിക്കുകയും യാഥാസ്ഥിതികതയെയും സ്ത്രീധന സമ്പ്രദായത്തെയും രസകരമായ സംഭാഷണങ്ങളിലൂടെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ഭൂമിയുടെ അവകാശികൾ. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഈശ്വരനെ സേവിക്കുന്നവരെയാണ് ചിങ്കിടി മുങ്കൻ എന്ന കൃതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എഴുതാനുള്ള വാക്കുകൾക്ക് വേണ്ടി അദ്ദേഹം നടന്നിട്ടില്ല. വാക്കുകളുടെ ഉപയോഗത്തിൽ ധാരാളിത്തം കാട്ടിയിട്ടുമില്ല. ലാളിത്യമുള്ള നാടൻ പദങ്ങളാണ് ഏത് വികാരവും പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ബഷീറും ബഷീറിന്റെ കുടുംബാംഗങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. നർമ്മമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളുടെ മറ്റൊരു പ്രധാന ഘടകം. ജീവിതത്തെ തന്നെ ചെറുപുഞ്ചിരിയോടെ കാണാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അങ്ങനെ വായിച്ചാലും തീരാത്ത ഒരു പുസ്തകമാണ് ബഷീർ. ബഷീർ എന്ന ആ മഹാപ്രതിഭ 1994 ജൂലൈ 5 86ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. മംഗളം ശുഭം എന്ന് പറഞ്ഞ് ഓരോ കഥയും അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത അവസാനവും. നർമ്മത്തിൽ ചാലിച്ച ചെറുപുഞ്ചിരിയുമായി അദ്ദേഹം ഇന്നും മലയാളികളുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മകളായി നിലകൊള്ളുന്നു. ആ മഹാവ്യക്തി പ്രഭാവത്തിന് മുന്നിൽ
പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലുകളിലൊന്നാണ് മതിലുകൾ. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണ് ഇത്. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ നോവലിൽ ഉള്ളത്. ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദനയാണ് നോവൽ നമുക്ക് പകർന്നു തരുന്നത്. ഇൻസ്പെക്ടർ സാറേ, എന്നെ ഇതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് മാസം എത്രയായിരുന്നു? 11 13 അതോ 14? ആരാണ് അവിടെ ചൂളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. ചെറിയ തോതിൽ എഴുത്തുകാരനാ. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ല. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 വർഷം. കൊലക്കുറ്റം അപ്പോൾ കൊലക്കുറ്റമാണ്. എത്ര നാളായി വന്നിട്ട്? 1 കൊല്ലമായി. നാരായണി, നമ്മൾ ഒരു സമയത്താണ് വന്നത്. എനിക്ക് ഒരു റോസാച്ചെടി തരുമോ? നാരായണിക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലിലെ എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. എനിക്കൊരു ചെടി തരുമോ? നാരായണി, ഞാൻ ഈ ഭൂപടത്തിലുള്ള എല്ലാ പനിനീർപ്പൂക്കളും നാരായണിക്ക് തരും. എനിക്കൊരു ചെടി മതി. എന്ത് ചോദ്യമാണിത് നാരായണി? തരുമോ എന്നോ? നാരായണി, ഇവിടെ തന്നെ നിൽക്കണേ. ഞാൻ ഇപ്പൊ പോയി കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. എന്താണ് മടക്കൂസുകളെ ഓടി മരത്തിൽ കയറുന്നത്? ചുമ്മാ ഈ വഴി എവിടെങ്കിലും നടന്നൂടെ? അപ്പൊ നിനക്ക് പൂക്കാനും പറയുമല്ലേ? നാരായണി, 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 നാരായണി പോയോ? എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാനിവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. കള്ളി. പിന്നെ റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ, ബഷീറേ, ബഷീറേ. എന്തോ? ദൈവത്തെ ഇത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുൻപിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവമെല്ലാം നമ്മുടെ അടുത്തു തന്നെയുണ്ട്. പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? നമസ്കാരം, എൻ്റെ പേര് ജിൻഡോ. നമ്മുടെ സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. പ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ ശക്തിയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ജൂലൈ 5-ന് 27 വയസ്സ് തികയുകയാണ്. ഒരിക്കലും അലക്കി തേച്ച വടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കി. തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു.
ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, വിഡ്ഢികളുടെ സ്വർഗം എന്നിങ്ങനെ മലയാളികൾ എന്നും ഓർത്തു വയ്ക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്നും പിറവിയെടുത്തു. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. താൻ കണ്ടുമുട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലും ആവിഷ്കരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പുകൾ, സാഹിത്യത്തിനും രാഷ്ട്രീയത്തിനുമായി 4 നാമപത്രങ്ങൾ തുടങ്ങിയവ ലഭിച്ചു. 1982 ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. 1987 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും നൽകി. പ്രേംനസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം സാഹിത്യ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു. 1994 ജൂലൈ 5 ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഷീർ വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോട് തന്നെ ഇന്നും വായിക്കപ്പെടുന്നു. കാരണം അവ ഓരോന്നും ഓരോ പാഠപുസ്തകങ്ങളാണ്, ജീവിതം എന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങൾ. ഒട്ടേറെ കഥകളിൽ നമ്മയും മട്ടത്തിൽ ഊട്ടിയ സുൽത്താനിയോർത്തിടില്ലേ, കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനിയെ മറന്നിടല്ലേ, ഇഷ്ടക്കനിയെ മറന്നിടല്ലേ. ആരാരും പറയാത്ത രസമോറും കിസ്സകളും നേരിന്റെ സുൽത്താൻ വിളമ്പിയില്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന നാമമേ ചേർക്കാം മനസ്സിൻ്റെ ഉള്ളിലല്ലേ, ചേർക്കാം മനസ്സിൻ്റെ ഉള്ളിലല്ലേ. എത്രയോ നാടുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേന്മഴ നൽകിയില്ലേ, സാഹിത്യമേഖല സമ്പുഷ്ടമാക്കിയ ഇമ്പം തുളുമ്പിയ ചരിതമല്ലേ, ഇമ്പം തുളുമ്പിയ ചരിതമല്ലേ. അമ്പരത്തോപ്പിലെ താരകം പോലിൻ്റെ മുമ്പിലെ കൗതുകം മായുകയാ, ചില്ലയിൽ ചിലയ്ക്കും കുരുവിയും മെല്ലെയായി നീന്തുന്ന മീൻ കുഞ്ഞുമേ, മെല്ലെയായി നീന്തുന്ന മീൻ കുഞ്ഞുമേ. ആനയും മാടും മനുഷ്യരുമെല്ലാമേ പാത്രമായി വന്നു ഭവിച്ചതല്ലോ, സാധുജനത്തിൻ്റെ നന്മകളൂറ്റമായി ആധികൾ വ്യാധികൾ ചൊല്ലിയല്ലോ, ആധികൾ വ്യാധികൾ ചൊല്ലിയല്ലോ. ഓർത്തിടാം നൃത്തടം ഇത്രമേൽ ചേർത്തൊരി അർത്ഥം കുറിച്ചുള്ള കുസുമമല്ലേ, നറുനില പെയ്യുമാ സാഹിത്യമന്നനെ നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ, നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ. നമസ്കാരം, എൻ്റെ പേര് ബാജൻ പോളി. ഞാൻ 9B പഠിക്കുന്നു. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബഷീറിന്റെ ഒരു കൃതിയാണ്, ബാല്യകാല സഖി. ബഷീറിന്റെ ഏറ്റവും മികച്ച നോവലിൽ ഒന്നാണ് ബാല്യകാല സഖി. മജീദ്, സുഹറ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നു. പ്രണയം, വിരകം, വേദന ഇവയൊക്കെ ബാല്യകാല സഖിയിൽ കഥാപാത്രങ്ങളാകുന്നു. ബാല്യകാല സഖിയിൽ മജീദിന്റെ പ്രശസ്തമായ വാക്കുകളാണ് ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഫലിതപ്രിയനായ ഈ മഹാവ്യക്തിയുടെ ചെറിയൊരു വിവരണമാണ് ഞാൻ ഇവിടെ നൽകിയത്. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആബേൽ ജോജു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബഷീറിന്റെ
പ്രശസ്ത ചെറുകഥകളിലൊന്ന് തേന്മാവിനെ കുറിച്ചാണ്. ലളിതവും സരസവുമായാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. അധ്യാപകനായ റഷീദ് തന്റെ ജീവിതാനുഭവമാണ് ഈ കഥയിലൂടെ പറയുന്നത്. തേന്മാവിനെ ജീവനും തുല്യം സ്നേഹിച്ച് റഷീദ് ഒരു ഓർമ്മയ്ക്കായി ഈ അനുഭവം എഴുത്തുകാരനോട് പറയുന്നു. വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്ന സന്ദേശത്തോടെയാണ് ബഷീർ ഈ കഥ രചിച്ചിരിക്കുന്നത്. റഷീദ് തന്റെ സഹോദരനായ പോലീസ് ഓഫീസറെ കാണാൻ പട്ടണത്തിൽ പോകുകയായിരുന്നു. 80 വയസ്സുള്ള ഒരു വൃദ്ധൻ അവിടെ തളർന്നു വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നത് അവൻ കണ്ടു. റഷീദ് തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി വെള്ളം ചോദിച്ചു. വീടിന്റെ പൂമുഖത്തിരുന്നിരുന്ന സ്ത്രീ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അവന്റെ കൂടെ ചെന്നു. ആ സ്ത്രീയുടെ പേര് അസ്മ എന്നായിരുന്നു. അവർ രണ്ടുപേരും ആ വൃദ്ധന് വെള്ളം നൽകി. അയാളുടെ പേര് യൂസഫ് സിദ്ദിഖ് എന്നായിരുന്നു. അയാൾ ഗ്ലാസ്സിലെ പകുതി വെള്ളം കുടിച്ച് ബാക്കി പകുതി അടുത്തുനിന്നിരുന്ന തേന്മാവിനെ ഒഴിക്കുകയും ചെയ്തു. പിന്നീട് അയാൾ മരണപ്പെട്ടു. ആ മാവിന് അസ്മ എന്നും വെള്ളമൊഴിച്ചിരുന്നു. പിന്നീട് സിദ്ദിഖ് അസ്മയെ വിവാഹം ചെയ്തു. അവൾ ആ മാവിനെ കൂടെ കൂട്ടി. ആ മാവ് വലിയ ഒരു തേന്മാവായി മാറി. തേൻ രുചിയുള്ള മാങ്ങകൾ കായ്ക്കുകയും ചെയ്തു. ആ മാവ് വലിയ തേന്മാവായി മാറി. തേൻ രുചിയുള്ള മാങ്ങകൾ കായ്ക്കുകയും ചെയ്തു. ആ മാവിൻ ചുവട്ടിലിരുന്നാണ് റഷീദ് കഥ പറയുന്നത്. അവന്റെ മകൻ ഒരു പാത്രം നിറയെ മാങ്ങകൾ നൽകി. ചോദിച്ചു, എന്താ നിന്റെ പേര്? അവൻ പറഞ്ഞു, യൂസഫ് സിദ്ദിഖ്. ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ നിറയെ ഓർമ്മകളായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയാണ് ഞാൻ. പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്ന കൃതിയെ കുറിച്ചാണ്. 1908 ജനുവരി 19 വൈക്കത്ത് തലയോലപ്പറമ്പിൽ ജനിച്ച ബഷീർ മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയാണ്. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചെറു പുസ്തകം 6 കഥകളുടെ സമാഹാരമാണ്. അമ്മ എന്ന ആദ്യ കഥയിൽ അമ്മയുടെ കാത്തിരിപ്പ് മനസ്സിൽ വല്ലാത്ത വിങ്ങലുണ്ടാക്കുന്നുണ്ട്. കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ബഷീറിന്റെ കഥകൾ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയ ബഷീറിന്റെ ലോക്കപ്പിലെ മർദ്ദനം വിവരിക്കുന്നത് ദേശാഭിമാനികളിൽ പ്രതീക്ഷയും രാജ്യസ്നേഹവും വളർത്തുവാൻ ഉതകുന്ന തരത്തിലാണ്. പോലീസുകാരന്റെ മകൾ എന്ന കഥയിലെ ഭാർഗവിയെയും ജഗദീഷിനെയും ആർക്കും മറക്കാനാവില്ല. കൈവിലങ്ങ് എന്ന കഥയിൽ ബഷീർ പറയുന്നുണ്ട്, ഇത് ഗവൺമെന്റിനെ കാണാനുള്ള കണ്ണാടിയാണ് പോലീസ് എന്ന്. ആ കാലഘട്ടത്തിൽ പോലീസിന്റെ സമീപനം വളരെ വ്യക്തമാകുന്നതാണ് കൈവിലങ്ങ് എന്ന കഥാഭാഗം. ചട്ടുകാലി എന്ന കഥയിൽ ഗതികേടിന്റെ അവസ്ഥയാണ് പറയുന്നതെങ്കിൽ പത്ര റിപ്പോർട്ട് എന്ന കഥയിൽ വൃദ്ധന്റെ അവസ്ഥ ഇന്നും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഭാരതമാത എന്ന കഥയായാലും ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞോട്ടം ആണ്. നമ്മുടെ ഭൂതകാലത്തിലെ ഏറ്റവും സുവർണമായ അധ്യായങ്ങൾ സ്വാതന്ത്ര്യ സമര കാലത്തേതായിരിക്കും. ഒരു രാഷ്ട്രത്തിന്റെ ഊർജം എന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന ഏക ലക്ഷ്യത്തിലേക്ക് പ്രവഹിച്ച അപൂർവ കാലമാണത്. ഭൂമിയിൽ കാലുറച്ചു തുടങ്ങിയ കുഞ്ഞു മുതൽ കാലം കഴിഞ്ഞു നിൽക്കുന്ന വൃദ്ധജനങ്ങൾ വരെ ഒരേ ആവേശത്തോടെ ആ സമരമുഖത്തുണ്ടായിരുന്നു. ഒരു മഹാജനതയുടെ വിശുദ്ധ ധാർമ്മിക യാത്ര ഈ കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥകളാണ് ബഷീറിന്റേത്. ജീവിതത്തിൽ മറക്കാനാകാത്ത അടയാളപ്പെടുത്തലാണ് ഓർമ്മക്കുറിപ്പ് എന്ന ബഷീറിന്റെ ഈ പുസ്തകം. 1994 ജൂലൈ 5 അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫർഹാന യാസ്മിൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയെക്കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ഈ നോവലിന് ബഷീർ തന്നെ മറ്റൊരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ ബുദ്ധി. പ്രകൃതിയെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ഈ നോവലിൻ്റെ ഒരു മുഖ്യ കഥാപാത്രമാണ് ആട്. ഈ ആടിൻ്റെ പ്രസവവും ഭക്ഷണവും വിസർജനത്തെ കുറിച്ച് പോലും ബോധപൂർവം പറയുന്നുണ്ട്.
മനുഷ്യ കഥാപാത്രങ്ങളോട് ഒപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാമ്പ മരങ്ങളെ വെച്ചുപിടിപ്പിക്കാനും മാക്കോസ്റ്റീൻ മരങ്ങളെ സ്നേഹിക്കാനും പാമ്പുകളെയും പഴുതാരയ്ക്കും തേളിനും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും ഈ കഥ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ. കണ്ണീരിനെ പൊട്ടിച്ചിരി ആക്കി മാറ്റുന്ന ജീവിതങ്ങൾ നോവലിൽ ഇടയ്ക്കിടെ നമ്മെ തേടി വരുന്നുണ്ട്. ആനുമ്മയുടെ ആട്, പാത്തുമ്മയുടെ ആട്, കാക്കകൾ, കോഴികൾ, പരുന്ത്, എലിയാനി, എലി, പൂച്ച ഇതൊക്കെ മനുഷ്യരുടെ കൂടെ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുക ലോകത്തിന്റെ ഒരു ചെറിയ പതിവ് തന്നെയാണ്. നോവലിലെ പ്രധാന പ്രശ്നവും ദാരിദ്ര്യമാണ്. ചാമ്പയ്ക്ക പറിച്ച് സ്കൂൾ കുട്ടികൾക്ക് വിൽക്കുന്ന ഉമ്മ, ചാമ്പയ്ക്ക നിറച്ച് കുട്ടയിൽ മുൻവശത്ത് വെച്ച് ചന്തയിൽ ഇരുന്ന് കണക്ക് കൂട്ടുന്ന കുട്ടികൾ എല്ലാം വായനക്കാരിൽ കൗതുകമുണർത്തുകയാണ്. ഓരോ ഇടത്തരക്കാരൻ്റെയും വീട്ടിൽ സ്ഥിതി ഇത് തന്നെയാണ് എന്ന് ബഷീർ പറയുന്നു. ബഷീറിന്റെ വീട്ടിലെ എല്ലാ വഴക്കിനും കാരണം പണമാണ്. ബഷീർ പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടത് പണമാണ്, അവിടെ ഇല്ലാത്തതും അതാണ്. യാതൊരു സൗകര്യവും ഇല്ലാത്ത ആ വീട്ടിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. എല്ലാവരിലും നന്മ കാണുന്ന ബഷീറിന്റെ ജീവിത വീക്ഷണം അവിടെ പ്രകടിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേര് ഹെൽന അന്നാറ്റൻസി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് ഞാനൊരു കൊച്ചു കഥയാണ് അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് വിശ്വവിഖ്യാതമായ മൂക്ക്. കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു നാട്ടിൽ കുഞ്ഞുണ്ണി എന്ന പണിക്കാരനുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ടവൻ. നന്നായി ഓടി നടന്ന് ജോലി ചെയ്യുന്ന പ്രകൃതം. ജോലി ചെയ്യുക, നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക, ഇതാണ് കുഞ്ഞുണ്ണിയുടെ ശീലം. അതിനിടെ മൂക്കുപൊടി വലിക്കുകയും തുമ്മുകയും ചെയ്യും. ജോലിക്കിടയിലുള്ള പൊട്ടത്തരങ്ങൾക്കൊക്കെ കാര്യസ്ഥന്റെ വക നല്ല ചീത്തയും കേൾക്കാറുണ്ട്. എന്നാലും ഒരു കൂസലുമില്ലാതെ കുഞ്ഞുണ്ണി ജോലി ചെയ്തോളും. പണിക്കൂലി വാങ്ങാൻ വരുന്നത് അവന്റെ അമ്മയായ പാറുവമ്മയാണ്. പാറുവമ്മ വരുമ്പോൾ അവന് മൂക്കുപൊടിയും വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാറുവമ്മ മുതലാളിയോട് പറഞ്ഞു, നാളെ കുഞ്ഞുണ്ണിയുടെ 24-ാം പിറന്നാളാണ്. പിറ്റേന്ന് പണിയെല്ലാം നേരത്തെ തീർത്ത് അവൻ അവന്റെ അമ്മയുടെ അടുത്തെത്തി. അമ്മയുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ നേരത്ത് അമ്മ അവനോട് ചോദിച്ചു, എന്താ നിന്റെ മൂക്കിന് അല്പം നീളം കൂടിയതുപോലെ? കുഞ്ഞുണ്ണി അത് കാര്യമാക്കിയില്ല. ചരിത്രത്തിൽ ചില പ്രധാന വ്യക്തികളുടെ 24-ാം വയസ്സിൽ ഓരോ പ്രകൃതങ്ങൾ ഉണ്ടാകുന്നത് പോലെ കുഞ്ഞുണ്ണിക്കും അത് സംഭവിച്ചു. ശരിയാണ്, മൂക്കിന് നീളം കൂടിയിട്ടുണ്ട്. ദിവസേന മൂക്കിന്റെ നീളം കൂടി വന്നു. എന്നാൽ കുഞ്ഞുണ്ണിക്ക് മൂക്കിന് നീളം കൂടിയതിന്റെ പേരിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. നാട്ടിൽ ഇത് പാട്ടായി. മൂക്ക് അത്ഭുത മൂക്കായി മാറി. കേട്ടറിഞ്ഞ നാട്ടുകാർ അവനെ കാണാൻ വന്നു. ജനങ്ങളുടെ തിക്കും തിരക്കും കാരണം മുതലാളി അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ജോലി പോയ കുഞ്ഞുണ്ണി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ടെന്ത്, അത്ഭുതകരമായ മൂക്ക് കാണാൻ ജനക്കൂട്ടം കുഞ്ഞുണ്ണിയുടെ വീട്ടിലും എത്തി. പുറത്തിറങ്ങാൻ വയ്യാതെ കുടുംബം പട്ടിണിയിലായി. കുഞ്ഞുണ്ണിയെ കാണിക്കാൻ അമ്മ തയ്യാറായില്ല. അങ്ങനെയിരിക്കെ കാണാൻ വന്നവരുടെ പ്രശ്നം പരിഹരിക്കുവാനും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുവാനും പണം വാങ്ങി അമ്മ മൂക്കനെ കാണിച്ചു തുടങ്ങി. പട്ടിണി നീങ്ങി. മൂക്കാണെങ്കിൽ ദിവസവും വളർന്നുകൊണ്ടിരുന്നു. മൂക്കനെ സിനിമയിൽ അഭിനയിപ്പിച്ചു. പല സാഹിത്യകാരും മൂക്കനെക്കുറിച്ച് കവിതകൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ 6 കൊല്ലം കൊണ്ട് മൂക്കൻ ലക്ഷപ്രഭുവായി മാറി. നാസിക പ്രമുഖൻ എന്ന ബഹുമതിയും ലഭിച്ചു. രാഷ്ട്രപതി പുരസ്കാരങ്ങൾ തേടി. ഇതിനിടയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൂലി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അഭിനവ്. ഞാൻ 7th Cയിലാണ് പഠിക്കുന്നത്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയും ജീവിതവുമായ മതിലുകൾ എന്ന സിനിമയിലെ ഒരു ഭാഗമാണ് ഞാൻ അനുകരിക്കുന്നത്.
ഞാൻ ചന്ദന MS 6ാം ക്ലാസ് ഡിയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. 1908 കോട്ടയം ജില്ലയിലെ താലോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ. പാത്തുമ്മയുടെ ആട് എന്ന കഥ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് ആ കഥ വളരെ ഇഷ്ടമാണ്. 1994 കോഴിക്കോട് ജില്ലയിൽ ജൂലൈ 5-ന് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. താങ്ക് യു. ജൂൺ 5 ബഷീർ ദിനം. 1908 ജനുവരി 21 കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാഞ്ഞുമ്മയുടെയും മകനായി തലയോറപ്പറമ്പിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. താഴെ 5 സഹോദരന്മാരുമുണ്ട്. കഥകളുടെ രാജാവെന്നും ബേപ്പൂരിന്റെ സുൽത്താനെന്നും അറിയപ്പെടുന്ന ബഷീറിന്റെ ഏതാനും ചില കൃതികളുടെ സംഗ്രഹമായ ഒരു തിരിഞ്ഞുനോട്ടം. ജൂൺ 5 ബഷീർ ദിനം. 1908 ജനുവരി 21 കായ് അബ്ദുറഹ്മാന്റെയും കുഞ്ഞാഞ്ഞുമ്മയുടെയും മകനായി തലയോറപ്പറമ്പിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. താഴെ 5 സഹോദരന്മാരുമുണ്ട്. കഥകളുടെ രാജാവെന്നും ബേപ്പൂരിന്റെ സുൽത്താനെന്നും അറിയപ്പെടുന്ന ബഷീറിന്റെ ഏതാനും ചില കൃതികളുടെ ഒരു തിരിഞ്ഞുനോട്ടം. പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. ബഷീറിന്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ തുടങ്ങിയവർ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവങ്ങൾ തന്റെ തനത് ശൈലിയിൽ വിവരിക്കുന്ന കഥയാണിത്. വീട്ടിലെ ഓരോ കുടുംബാംഗവും സഹോദരി വളർത്തുന്ന ആടും വരെ ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. മാനസികാസ്വാസ്ഥ്യത്തിനായി ചികിത്സയുമായി വൈക്കത്തിനടുത്തുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ബഷീർ ഇത് എഴുതുന്നത്. ബാല്യകാലസഖി. ഒന്നും കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന ശൈലി മലയാളത്തിന് സംഭാവന ചെയ്ത നോവലാണ് ബാല്യകാലസഖി. ബഷീറിന്റെ നോവലുകളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കൃതികളിലൊന്നാണിത്. മജീദും സുഹറയും തമ്മിലുള്ള പ്രണയവും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമൊക്കെയാണ് ഇതിലെ പ്രമേയം. ആനവാരിയും പൊൻകുരിശും. സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലേതാണ് ഈ കഥ. ആനവാരി രാമൻ നായർ പണ്ട് വെറും രാമൻ നായരും പൊൻകുരിശ് തോമ പണ്ട് വെറും തോമയായിരുന്നുവത്രേ. ഈ പേര് അവർക്ക് ലഭിച്ചതെങ്ങനെ എന്നതിനുള്ള ഉത്തരമാണ് ഈ കൃതി എന്ന് ബഷീർ പറയുന്നു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് വൈഗ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂൺ 19 വായനാ ദിനം. PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ നമുക്ക് ഓർത്തെടുക്കാം. നമുക്കും വായനാശീലം വളർത്തിയെടുക്കാം. താങ്ക് യു.
വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ. 1908 ജനുവരി 19 അദ്ദേഹം ജനിക്കുന്നത്. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. 1994 ജൂലൈ 5 അദ്ദേഹം മരണപ്പെട്ടു. കാൽഡിയൻ സീനിയർ HSSൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 5 ബഷീർ ദിനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ നോവലുകളിലൊന്നാണ് പാത്തുമ്മയുടെ ആട്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും അറിയപ്പെടുന്നു. ബഷീർ തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ രചിച്ച നോവലാണ് ഇത്. ബഷീറിന്റെ കുടുംബാംഗങ്ങൾ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രമായ ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയാണ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നോവൽ. ഓ അതിസുന്ദരി ഭവതി, നീ ആ പുതപ്പ് തിന്നരുത്. അതിന് 100 രൂപ വിലയുണ്ട്. എൻ്റെ പക്കൽ അതിൻ്റെ വേറെ കോപ്പികളും ഒന്നുമില്ല. എൻ്റെ പക്കൽ വേറെയും കുറേ പുസ്തകങ്ങളുണ്ട്. അത് വരുത്തി ഭവതിക്ക് സൗജന്യമായി ഞാൻ തരാം. ഉമ്മ, ഓ ആരുടേതാണ് ഈ ആട്? അത് നമ്മുടെ പാത്തുമ്മാന്റെ ആടാ. ഓ, അതാണല്ലോ അതിന് ഇത്ര സ്വാതന്ത്ര്യം. നിങ്ങൾ ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്താ? ഇവിടെ ഒരു 100 കൂട്ടം പണിയുണ്ട്. അപ്പളാ എന്റെ ആട് ഒരു കഞ്ഞിവെള്ളവും. നമുക്ക് ആരെങ്കിലും ഇല്ലാത്തോണ്ടല്ലേ നമ്മൾ ആടിനെ നോക്കി നടക്കുന്നത്. ആരും ഒന്നും ചെയ്യണ്ട, എന്റെ ആടൊന്ന് പെരട്ടെ. പാത്തുമാന്റെ ആട് പെട്ട അവൾ എന്താ ഈ നാട്ടുകാർക്ക് കാണിക്കാൻ പോണത്? ഓ, വലിയ കാക്ക ഇതെല്ലാം അനുവദിക്കുന്നല്ലോ. പൂച്ച, പിള്ളേര്, കോഴി, കാക്ക, ആടിന് തീറ്റ കൊടുക്കാൻ വേണ്ട സ്ഥലം എല്ലാത്തിനും ഞാൻ പാഠമാക്കും. ഉമ്മ, ആ വടിയും തെറ്റാലിയും ഒന്ന് എടുത്തോണ്ട് വന്നേ. നമ്മുടെ ആടിന് വേണ്ടി ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ബാ പോകും കുഞ്ഞുമ്മ, നമ്മള് പോണേ. എനിക്ക് ഈ വീട്ടിൽ വല്ല അവകാശം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് ഞാൻ അലീഫക്കായും കുട്ടിയോടെ ഇവിടെ ഇറക്കി വിടും. എന്റെ പകരുത്, നൂല് പോലെയുണ്ട്. എന്നിട്ട് അവൻ്റെ തൊള്ള. അനീഫക്കായും കുട്ടികളും പിള്ളേരും എവിടെ പോയി താമസിക്കും? അനീഫക്കാന്റെ എസ്റ്റേറ്റിൽ പോയി താമസിക്കട്ടെ. ഇനി എനിക്ക് പൈസ ഒന്നും തരണ്ട. 2 കമ്മല് മേടിച്ചു കൊടുത്താൽ മതി. കമ്മല് പൊന്നിന്റേതാണോ വെള്ളിന്റേതാണോ? പൊന്നിന്റെ മതി, ഇത് വേറെ ആരും അറിയണ്ട. ഓ, അതീവ രഹസ്യമായി വെക്കാം. Good morning everyone. Today, July 5th is the remembrance of Sri Vaikam Muhammad Bashir. Now, I would like to speak a few words about him. As you all know, he is also known as Bepur Sultan. He was born in the village of Talayola Parmu on 21st January 1908. He was Indian independence activist and India's most successful outstanding writer. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ and ശബ്ദങ്ങൾ etc. are his notable work. He got award in the Padma Shri on 1982. He was recipient of Kerala Sahitya Academy Fellowship and State Film Award for the Best Story. His writing style was entirely different. He wrote in his own village language. No one can never forget him, his characters and books. So friends, you should read at least one of his work in this day. Thank you. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ കഥയായ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയെക്കുറിച്ചാണ്. ഈ കഥയിൽ മനുഷ്യർക്ക് മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകൾ പോലെ തന്നെ ലളിതവും മനോഹരവും നർമ്മബോധത്തോടു കൂടിയുമാണ് ഈ കഥയും രചിച്ചിരിക്കുന്നത്.
താൻ വാങ്ങിയിരിക്കുന്ന സ്ഥലത്തിൽ തൻ്റെ അവകാശത്തിലുള്ള സ്ഥലത്തേക്ക് തൻ്റെ അനുവാദം കൂടാതെ കയറി വരുന്ന മറ്റ് ജീവജാലങ്ങൾ, ആ ജീവികളെ ആട്ടി ഓടിക്കാതിരിക്കുന്ന ഗൃഹനാഥൻ, അവയെ ആട്ടി ഓടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ, ഇവർ രണ്ടുപേരുമാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. അദ്ദേഹത്തിന്റെ തോട്ടത്തില് ചക്കയും പേരക്കയും കഴിക്കുന്ന അണ്ണായും ചക്കയും പേരക്കയും കഴിക്കുന്നു എന്ന് ഭാര്യ ഒന്ന് പരാതി പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: അവർക്കും ഈ ഭൂമിയിലെ അവകാശം ഉണ്ട് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ചെയ്യുന്നത്. 500 വർഷം കഴിയുമ്പോൾ മനുഷ്യർ സകല ജീവജാലങ്ങളെയും സകല വൃക്ഷങ്ങളും നശിപ്പിക്കുകയും അവയെ ഇല്ലാതെ അവസാനം മനുഷ്യർ മാത്രമായി തീരുകയും അവരും കുറച്ചു കാലം കഴിയുമ്പോൾ ചത്തൊടുങ്ങുകയും ചെയ്യുമെന്ന് ബഷീർ പറയുന്നു. മനുഷ്യർ ഒരു ദിവസം പോലും ആരെയും മറ്റൊന്നും നശിപ്പിക്കാതിരിക്കാനായി കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഈ ആധുനിക കാലത്ത് വളരെയധികം പ്രസക്തി ആർന്നതും വളരെയധികം ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ്. ഭൂമിയിലും മറ്റും സകല മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന ബഷീറിൻ്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ രാജു. ഞാൻ കാൽഡിയൻ സിറിയൻ സ്കൂളിൽ പഠിക്കുന്നു. 8യിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ബഷീറിൻ്റെ കൃതികളെയാണ് പറയാൻ പോകുന്നത്. അനർഘ നിമിഷം, ആനപ്പൂട, ബാല്യകാല സഖി, നേരും നുണയും, മാന്ത്രിക പൂച്ച, താര സ്പെഷ്യൽസ്, പ്രേമലേഖനം, ജീവിത നിഴൽപ്പാടുകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ, മരണത്തിൻ്റെ നിഴലിൽ, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, എൻ്റുപ്പാപ്പയ്ക്കൊരാനോണ്ടാർന്ന്, മതിലുകൾ, കഥാബീജം, ജന്മദിനം, വിശപ്പ്, വിശ്വഗീതമായ മൂക്ക്, ഓർമ്മക്കുറിപ്പ്, പാവപ്പെട്ടവരുടെ വേശ്യ, വിഡ്ഢികളുടെ സ്വർഗം, ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും, ഭൂമിയുടെ അവകാശികൾ, ചിരിക്കുന്ന മരപ്പാവ, ഓർമ്മയുടെ അറകൾ, ഭാർഗവീ നിലയം, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, MP പോൾ, ശിങ്കിടി മുങ്കൻ, ചെവിയോർക്കുക, അന്തിമഹാഗളം. നന്ദി, നമസ്കാരം. ബാല്യകാല സഖി എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്നും രണ്ടാണെന്ന് ആർക്കാ അറിയാത്തത്? കണക്ക് സാറ് എത്ര വട്ടം ഗുണന പട്ടിക പഠിപ്പിച്ചതാ? നാരായണൻ സാർ എത്ര വട്ടം പറഞ്ഞതെന്ന് ആലോചിച്ച ഉത്തരം പറയാവൂന്ന്? ഞാൻ നന്നായി ആലോചിച്ചു തന്നെയാ ഉത്തരം പറഞ്ഞത്. ഞാൻ പോവുക. നിക്ക് സൂറേ, ഇങ്ങോട്ട് വാ. അവിടെ കണ്ടോ, ആ 2 പുഴകളും ഒഴുകി ക്രോസ് ചെയ്യുമ്പോ ഒരു വലിയ പുഴയോട്ട് പോകണം. ഇമ്മണി വലിയ പുഴ. അതാ ഞാൻ പറഞ്ഞത്, ഒന്നും ഇമ്മണി വലിയ ഒന്നാണ്. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണ വി ആർ. ഞാൻ 10Bയിൽ പഠിക്കുന്നു. ജൂലൈ 5 നമ്മൾ ബഷീർ ദിനമായി ആഘോഷിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലായ പ്രേമലേഖനം എന്ന നോവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 1942 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ബഷീർ എഴുതിയ നോവൽ. രാജ്യദ്രോഹ കുറ്റത്തിന് 2.5 കൊല്ലം കഠിന തടവ് അനുഭവിക്കുകയായിരുന്നു ബഷീർ. തടവ് പുള്ളികൾക്ക് കഥകൾ വായിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എഴുതിയതാണിത്. 1943 പ്രസിദ്ധപ്പെടുത്തി. നിർദോഷമായ ഫലിതം തുളുമ്പുന്ന ഈ ചെറുകൃതി 1944 തിരുവിതാംകൂർ രാജ്യത്ത് നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തു. ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് പ്രേമലേഖനം എന്നും പറയാം. രസകരമായ സംഭാഷണങ്ങളിലൂടെ ബഷീർ യാഥാസ്ഥിതികതയും സ്ത്രീധന സമ്പ്രദായത്തെയും കണക്കറ്റു പരിഹരിക്കുന്നുണ്ട്. 1940കളിലെ കേരളമാണ് കഥയുടെ പശ്ചാത്തലം. കേശവൻ നായർ പേര് സൂചിപ്പിക്കും പോലെ നായർ ജാതിയിൽപ്പെട്ട ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്.
സാറാമ്മ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച സുന്ദരിയും അവിവാഹിതയും തൊഴിൽ രഹിതയുമായ ഒരു യുവതിയാണ്. എന്തും വരട്ടെ എന്ന പ്രകൃതക്കാരിയായ സാറാമ്മയുടെ വീടിന്റെ മുകളിൽ നിലയിലാണ് കേശവൻ നായർ വാടകയ്ക്ക് താമസിക്കുന്നത്. സാറാമ്മയോട് കലശലായ പ്രേമം തോന്നിയ കേശവൻ നായർ അത് അവരെ അറിയിക്കാനായി അവർക്കൊരു കത്തെഴുതുന്നു. ഇതിൽ നിന്നാണ് പുസ്തകത്തിന്റെ ശീർഷകം ഉരുത്തിരിയുന്നത്. നാട്ടിൽ നിലനിന്നിരുന്ന സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക എന്നതും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും എന്നതുമാണ് കഥയുടെ പ്രധാന തീം. കേശവൻ നായർ കഥയിൽ എല്ലാ കാമുകന്മാരുടെയും പ്രതിനിധിയാണ്. സാറാമ്മയാകട്ടെ വിദ്യാസമ്പന്നയും തൊഴിൽ രഹിതയുമാണ്. നല്ലൊരു ജോലിയാണ് സാറാമ്മയുടെ ലക്ഷ്യം. കേശവൻ നായർ തന്റെ കത്തിലൂടെ സാറാമ്മയ്ക്ക് ഒരു ജോലി നിർദ്ദേശിക്കുന്നു. തന്നെ പ്രേമിക്കുക. ഇതിന് നിശ്ചിതമായ മാസം ഒരു ശമ്പളവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കേശവൻ നായരുടെ അപേക്ഷ സാറാമ്മ സ്വീകരിച്ചുവെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടാകില്ലേ? ഏതു മതത്തിൽ പെട്ടവരായിരിക്കും അവരുടെ കുട്ടികൾ? അവർ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളെ എല്ലാ മതങ്ങളും പഠിക്കാൻ തീരുമാനിക്കുകയും അവർ വലുതായതിനു ശേഷം ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനൊരു തീരുമാനമായപ്പോൾ അടുത്ത ചോദ്യം ഉയർന്നു. കുട്ടികളുടെ പേരുകൾ എങ്ങനെ തീരുമാനിക്കുന്നു? ഹിന്ദു പേരുകളും ക്രിസ്ത്യൻ പേരുകളും പറ്റില്ല. എങ്കിൽ റഷ്യൻ പേരുകൾ ഇടാമെന്നു കേശവൻ നായർ പറഞ്ഞു. പക്ഷേ സാറാമ്മയ്ക്കു അതത്ര ഇഷ്ടപ്പെട്ടില്ല. ചൈനീസ് പേരുകൾ വെക്കാമെന്നും കേശവൻ നായർ പറഞ്ഞു. എന്നാൽ സാറാമ്മയ്ക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ പിന്നെ കുട്ടികൾക്ക് കല്ല്, ആകാശം തുടങ്ങിയ നിർജീവ വസ്തുക്കളുടെ പേരുകൾ ആക്കാമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. ആകാശം, മിഠായി എന്നീ രണ്ടു പേരുകൾ അവർ എത്തി നിൽക്കുന്നു. കുട്ടിക്ക് ആകാശം മിഠായി എന്ന് പേരിടാം എന്ന് തീരുമാനിക്കുന്നു. കുട്ടിയെ ഇനി കമ്മ്യൂണിസ്റ്റ് ആക്കണോ എന്ന് സാറാമ്മയ്ക്ക് സംശയം. അത് കുട്ടി വളർന്നതിനു ശേഷം തീരുമാനിക്കട്ടെ എന്ന് കേശവൻ നായർ പറയുന്നു. ഇത്രയുമാണ് നിങ്ങളുമായി ഈ കഥയിൽ എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മലയാളിയുടെ മനസ്സിൽ ഇന്നും പ്രേമലേഖനം വലിയൊരു രീതിയിൽ തന്നെ നിലനിൽക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയാണ്. 1959 പ്രസിദ്ധീകരിച്ച ഈ കൃതിക്ക് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേര് കൂടിയുണ്ട്. തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖത്തിന്റെ ചികിത്സയ്ക്കും വിശ്രമത്തിനും വേണ്ടി വൈക്കത്തിനടുത്ത് താരോലപ്പറമ്പിലുള്ള തന്റെ കുന്നൊഴുക്കിൽ കഴിയവേ 1954 ബഷീർ ഈ കൃതി എഴുതുന്നത്. ബഷീറിന്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ആ ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്റേതായ തനത് ശൈലിയിൽ വിശദീകരിച്ച് എഴുതിയിരിക്കുകയാണ് ബഷീർ ഈ നോവലിലൂടെ. അവിടെയുള്ള ഓരോ കുടുംബാംഗവും എന്ന് വേണ്ട ബഷീറിന്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രമാണ്. ഈ നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിന്റെ കഥയുടെ കിടപ്പ്. ബഷീറിന്റെ സഹോദരങ്ങളിൽ വേറെ വീട്ടിൽ താമസിക്കുന്ന പാത്തുമ്മ മാത്രമാണ്. എങ്കിലും ദിവസവും രാവിലെ തന്നെ മകളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും. ആട്ടിൻപാൽ വിറ്റിരിക്കുന്ന പണം കൊണ്ട് വീടിന്റെ വാതിൽ നന്നാക്കുന്നതുൾപ്പെടെ പലതും ചെയ്യണമെന്ന് പാത്തുമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ തന്റെ കുടുംബക്കാർക്ക് വേണ്ടി കൈക്കൂലിയായി ആടിന്റെ പാൽ പാത്തുമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ആടിനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച പാത്തുമ്മയുടെ ആട് എന്ന കൃതി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധ നോവലായി മാറി. നന്ദി. മലയാള നോവലിസ്റ്റും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 താളിയോലപ്പറമ്പ്, വൈക്കം, കോട്ടയം ജില്ലയിൽ ജനിച്ചു. ജനകീയ എഴുത്തുകാരനായ ബഷീറിന് 1982 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. 1970
കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1992 ലളിതാംബിക അന്തർജനം അവാർഡും 1993 മുട്ടത്ത് വർഗീയ അവാർഡും വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു. പാത്തുമ്മയുടെ ആട്, ഓർമ്മക്കുറിപ്പ്, ബാല്യകാലസഖി, തേന്മാവ്, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. നമസ്കാരം, ഞാൻ ആമ്പൽ കൃഷ്ണ. ഞാൻ 10ബിയിൽ പഠിക്കുന്നു. ജൂലൈ 5 ബഷീർ ദിനമായി നമ്മൾ ആചരിക്കുന്നുവല്ലോ. അതിനോടനുബന്ധിച്ച് ഞാൻ ഇവിടെ ബാല്യകാല സഖി ചെറുകഥ പോലെ അവതരിപ്പിക്കുന്നു. ബാല്യകാല സഖി. കഥാനായകനായ മജീദും നായികയുമായ സുഹ്റയും കണ്ടുമുട്ടുന്നത് അവർക്ക് 9 ഉം 7 വയസ്സിലാണ്. ബാല്യകാലം തൊട്ടേ അവർ സുഹൃത്തുക്കളായിരുന്നു. എങ്കിലും അവർ പരിചിതരാവുന്നതിന് മുൻപേ ബന്ധുക്കൾ ശത്രുക്കളായിരുന്നു എന്നതാണ് രസകരമായ വസ്തുത. അവരെ ആദ്യം വൈരികൾ ആക്കിയതും പിന്നീട് അടുപ്പിച്ചതും സുഹ്റയുടെ വീടിനടുത്തുള്ള തൈമാവിൻ്റെ മൂത്തുപഴുത്ത മാമ്പഴങ്ങളാണ്. നാട്ടിലെ ഏറ്റവും പണക്കാരിലുള്ള ഒരാളായിരുന്നു മജീദിൻ്റെ ബാപ്പ. മജീദിൻ്റെ സ്വപ്നങ്ങളിൽ സുൽത്താനാകുമ്പോൾ എന്നും അവൻ്റെ പട്ടമഹമായ ശിഷ്യയായ രാജകുമാരിയുടെ പടം അലങ്കരിച്ചുവെന്ന് അവൻ്റെ സ്വന്തം സുഹ്റയായിരുന്നു. വയസ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും അവർ ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. സുഹ്റ മിടുമിടുക്കിയായിരുന്നു, മജീദ് മരമണ്ടനും. ക്ലാസ്സിൽ അവനെ ഹാജർ വിളിക്കുമ്പോഴും മണ്ടശിരോമണി എന്നായിരുന്നു. ഒന്നും ഇമ്മിണി വലിയ ഒന്നും. ഒരു പുതിയ തത്വം കണ്ടുപിടിച്ചത് മജീദ് തന്നെ ആയിരുന്നു. പക്ഷേ സുഹ്റയുടെ അടുത്ത ബെഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ചതോടെ മജീദ് ക്ലാസ്സിൽ ഒന്നാമനായി. സുഹ്റയുടെ സ്ലേറ്റിൽ ആദ്യം ചെയ്യുന്ന കണക്കുകൾ പക്ഷേ ആദ്യം ക്ലാസ്സിൽ പറയുന്നത് മജീദായിരുന്നു. അങ്ങനെ ആ വലിയ സംഭവങ്ങൾ ഒരേ സമയത്ത് നടന്നു. സുഹ്റയുടെ കാതു കല്യാണം, മജീദിൻ്റെ മാർഗം കല്യാണം ഉണങ്ങിയ പാള ഉറക്കുന്നത് പോലെ ഒരു അനുഭൂതിയാണെന്നാണ് മജീദിന് അതിനെക്കുറിച്ച് തോന്നിയത്. പണക്കാരനായതിനാൽ ഒരു വലിയ സംഭവമായിരുന്നു. സുഹ്റയുടെ അടുത്ത ആളുകൾ മാത്രം പങ്കെടുത്തു. ഒരു ചെറിയ ചടങ്ങാണ് നടത്തിയത്. സുഹ്റയും മജീദും അക്കാലം ജയിച്ചു. എന്നാൽ സുഹ്റയുടെ ബാപ്പ അകാല മരണപ്പെട്ടതായി പോയി. പഠിക്കാനുള്ള സ്വപ്നം പാടെ തകർത്തു. പട്ടണത്തിൽ സ്കൂൾ ചേർന്ന മജീദ് സുഹ്റയെയും ചേർക്കാൻ തൻ്റെ ബാപ്പയോട് അപേക്ഷിച്ചുവെങ്കിലും അദ്ദേഹം നിഷ്കരണം നിരാകരിച്ചു. കാലചക്രം മെല്ലെ തിരിച്ചു. മാറും തലയും വളർന്ന യുവതിയായ സുഹ്റ, മജീദ് പൊടിമീശക്കാരനായ യുവാവും. കാലിൽ വിഷക്കല്ലുകൾ കൊണ്ട് കിടപ്പിലായ മജീദിനെ ശുശ്രൂഷിക്കാൻ സുഹ്റയാണ് എത്തിയത്. ആദ്യ ചുംബനത്തിൻ്റെ രുചിമുണങ്ങി ജീവിതത്തിൽ. പക്ഷേ ബാപ്പ ഇത് അറിഞ്ഞു. കോപിതനായ ബാപ്പ വിവരമറിഞ്ഞ മജീദ് നാടുവിട്ടു. സുഹ്റയോട് ഒരു യാത്ര പോലും പറയാതെയാണ് നാടുവിട്ടത്. അവൻ കുറേ ദേശങ്ങളിലും പോയി. അപ്പോഴും കാശുണ്ടാക്കാൻ അവൻ ചിന്തിച്ചിട്ടില്ല. 8-10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. സുഹ്റയെ വിവാഹം കഴിച്ച് ശിഷ്ടകാലം ജീവിക്കാനായിരുന്നു അവൻ്റെ മോഹം. പക്ഷേ അതു നടന്നില്ല. മജീദിൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ സഹോദരികൾ കെട്ടിവിടാനുള്ള പ്രായമായി. പക്ഷേ അതിനുപരി
അതിനുമുമ്പേ സുഹറയുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും അവൻ സുഹറയെ രണ്ടാം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ വീണ്ടും നാടുവിട്ടു കാശുണ്ടാക്കാനായി. എന്നിട്ട് പണിയെടുത്തു ജീവിച്ചു. ഒരിക്കൽ അവൻ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിടിച്ച് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രണ്ടു ദിവസം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അവൻ്റെ ഒരു കാലിൻ്റെ പകുതിയേയുള്ളൂ. പക്ഷേ എന്നിട്ടും അവൻ നാട്ടിലെത്തി പണിയെടുത്ത് ജീവിച്ചു. അവസാനം എച്ചിൽ പാത്രം വരെ കഴുകി ഹോട്ടലിൽ നിന്നു. എന്നിട്ട് പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. പക്ഷേ അവൻ്റെ ആ വലിയ ആഗ്രഹം സാധിച്ചില്ല. സുഹറയെ കല്യാണം കഴിക്കാൻ അവന് സാധിച്ചില്ല. നന്ദി. നമസ്കാരം, ഞാൻ അദിത്രി വിനീഷ്. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേ ഉള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ജൂലൈ 5-ന് 27 വയസ്സ് തികയുകയാണ്. ഈ അപൂർവ നിമിഷത്തിൽ പാത്തുമ്മയുടെ ആട് എന്ന കഥാഭാഗത്തിൽ നിന്ന് ഉമ്മയുടെയും മകന്റെയും സംഭാഷണം ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു. പിന്നെ നീ ഒരു 10 രൂപ താ. അബ്ദുൽ ഖാദർ അറിയരുത്, അനീഫ അറിയരുത്, ആനുമ്മയും പാത്തുമ്മയും അറിയരുത്. കുഞ്ഞാനുമ്മ ഐശുമ്മ അറിയുന്നത് വല്ല വിരോധമുണ്ടോ? മതി, തന്നുണ്ട് താ, ആരും അറിയണ്ട. ഞാൻ വന്നതിന് ശേഷം എത്ര തവണ രൂപ തന്നിട്ടുണ്ട്? പരസ്യമായി രഹസ്യമായി എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? നീ ഒന്നും തന്നില്ലെന്നല്ല പറയുന്നത്, എനിക്കിപ്പോ ഒരു 10 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ തന്നതെല്ലാം എവിടെ പോയി? അതൊക്കെ പറ. എല്ലാം അബ്ദുൽ ഖാദർ വാങ്ങിച്ച്. അവര് ഞാൻ വേറെ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ചട്ടൻ അവനിങ്ങ് വരട്ടെ. പതുക്കെ പറ. അബിയും പാത്തുക്കുട്ടിയും ചെന്ന് പറഞ്ഞു കൊടുക്കൂ. അമ്മയോടൊരു രഹസ്യം ഞാൻ പറയാം, വേറെ ആരോട് പറയരുത്. എന്റെ പക്കൽ ആകെ കൂടി ഇനി ഒരു 5 രൂപയുടെ നോട്ടുണ്ട്. നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ. ഇന്ന് ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. സാധാരണക്കാരുടെ പച്ചയായ ജീവിതാനുഭവങ്ങളും ഗ്രാമജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ബഷീറിന്റെ കഥകളിൽ നിന്ന് നമുക്ക് കാണാം. ബാല്യകാല സാഹിബ്, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, വിശ്വവികാരമായ മൂക്ക് മുതലായവ ബഷീറിന്റെ പ്രസിദ്ധമായ ചില കഥകളാണ്. സാധാരണക്കാർക്കും കുട്ടികൾക്കും പോലും എളുപ്പം മനസ്സിലാവുന്ന ലളിതമായ ഭാഷ ശൈലിയാണ് ബഷീറിന്റേത്. അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചവർ ഒരിക്കലും അതിലത്തെ കഥാപാത്രങ്ങൾ മറക്കില്ല. മലയാളികളെ ചിന്തിപ്പിക്കുകയും ചെയ്ത വൈക്കം പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഗേൻ ചന്ദ്ര കെ ഗോപൻ. ഞാൻ പഠിക്കുന്നത് 8ഡിയിലാണ്. ജൂൺ 5 ബഷീർ ദിനം. കഥകളുടെ രാജാവായ ബേപ്പൂർ സുൽത്താനിന് പ്രണാമം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ആനവാരിയും പൊൻകുരിശും എന്ന പുസ്തകമാണ്. ഇത് വളരെ രസകരമായ പുസ്തകമാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രാമൻ നായർ, തോമ, കൊച്ചു നീലാണ്ടൻ, പാർക്കുട്ടി. കൊച്ചു നീലാണ്ടനും പാർക്കുട്ടിയും 2 ആനകളാണ്. കൊച്ചു നീലാണ്ടൻ ഗജാപൂക്കിരിയായിരുന്നു. പക്ഷേ പാർക്കുട്ടിയോ മഹാപാവം. കൊച്ചു നീലാണ്ടന് ഇഷ്ടമല്ലാത്ത പാപ്പന്മാരെ അപ്പ കുത്തിക്കൊല്ലും. അവൻ ഇതുവരെ 11 ആന പാപ്പന്മാരെയാണ് കുത്തിക്കൊന്നത്. പക്ഷെ പാർക്കുട്ടിയോ പേരിനൊരു ആനപ്പാപ്പാൻ, മഹാപാവം.
നാട്ടിലെ എല്ലാവർക്കും പാറുകുട്ടിയോടായിരുന്നു ഇഷ്ടം കൂടുതൽ. പക്ഷേ നീലാകണ്ഠനോട് ഇഷ്ടം കൂടുതലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ, രാമൻ നായർ. രാമൻ നായർക്ക് പെൺകുട്ടികളോട് ഇഷ്ടമല്ല. കാരണം പണ്ട് അദ്ദേഹത്തെ പ്രേമസംബന്ധമായി ഒരു പെണ്ണ് ചതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടികളോട് അദ്ദേഹത്തിന് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷെ ഈ രണ്ടാനകളോടും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, തോമ. തോമയ്ക്ക് പൊൻകുരിശ് തോമ എന്നും രാമൻ നായർക്ക് ആനവാരി രാമൻ നായർ എന്നും പേര് വരാൻ ഒരു കാരണമുണ്ട്. കഥയിലെ പ്രധാന പിശുക്കനായിരുന്നു ഉണ്ടക്കണ്ണൻ നന്ദ്രു. ഈ ഉണ്ടക്കണ്ണൻ നന്ദ്രു വീട്ടിലെ പണിക്കാരിക്ക് കൊടുക്കുന്ന കാശി ലാഭം വെക്കാനായി ആ പണിക്കാരിയെ വിവാഹം കഴിച്ചു. ഭാര്യയായാൽ പിന്നെ കൂലി കൊടുക്കണ്ടല്ലോ. ഈ അന്ത്രു ഇവരുടെ രണ്ടുപേരോടും ഒരു പണി പറഞ്ഞു. രാത്രി ഒരു വഞ്ചി ചാണകം മോഷ്ടിക്കണം. അതിനായി രാമൻ നായർ, തോമ, മണ്ടമുത്തപ്പ, എട്ടുകാലി മമ്മൂനും കൂടി പോയി. അവർ തക്കതായ സമയം നോക്കി പോയി ഒരു സ്ഥലമെത്തി. അവിടെ രാത്രി ആയതുകൊണ്ട് ഒരു കൂമ്പാരം കിടക്കുന്നത് കണ്ടു. നമ്മുടെ രാമൻ നായരും മണ്ടമുത്തപ്പയും കോരിയും തൂമ്പയും എടുത്ത് നടന്നു. രാമൻ നായർ അത് ഒരു കൂമ്പാരമാണെന്ന് കരുതി ആഞ്ഞൊരു വെട്ട്, ചാണക കൂമ്പാരമാണെന്ന് കരുതി ആഞ്ഞൊരു വെട്ട് വെട്ടി. വലിയൊരു അലർച്ച കേട്ടു. രാമൻ നായർ പെട്ടെന്ന് തന്നെ ഒരു മരത്തിൽ ഓടി ഒളിച്ചിരുന്നു. പക്ഷേ തോമ ഓടി കളഞ്ഞു അവിടുന്ന്. അപ്പോൾ രാമൻ നായർ ചോദിച്ചു, എന്താണോ ഒരു അലർച്ച എന്ന് ചോദിച്ചപ്പോൾ തോമ പറഞ്ഞു, താൻ ചാണക കൂമ്പാരമാണെന്ന് കരുതി വെട്ടിയത് പാർക്കുട്ടിയുടെ പുറത്താണോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാമൻ നായർക്ക് ആനവാരി എന്ന പേര് വന്നത്. തോമയ്ക്ക് എങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് വന്നത് എന്നറിയാം. നമ്മുടെ പള്ളിയിലെ പൊൻകുരിശ് കൊണ്ടൊരു പെരുന്നാൾ ഉണ്ടായിരുന്നു, എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അപ്പോൾ തോമ വിചാരിച്ചു, യേശു കിടക്കുന്നത് കുരിശിലല്ലേ, പിന്നെ എന്തിനാണ് പള്ളിക്ക് ഒരു പൊൻകുരിശ് എന്ന് വിചാരിച്ച് തോമ കുരിശ് മോഷ്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കുരിശ് മോഷ്ടിച്ചപ്പോൾ തോമയ്ക്ക് വന്ന പേരാണ് പൊൻകുരിശ് തോമ. ഇവർ രണ്ടുപേരും കൂടി ആനയെ മോഷ്ടിക്കുന്ന ഒരു കഥയുണ്ട്. ഇവർ രാത്രി പാർക്കുട്ടിയെയാണ് മോഷ്ടിക്കാൻ നോക്കിയത്. കുറേ പഴവും ശർക്കരയും കൊണ്ട് പാർക്കുട്ടിയെ ഇവർ പാട്ടിലാക്കി രാത്രി. അങ്ങനെ അവർ എത്തേണ്ട ഒരു സ്ഥലം, ഒരു പുഴ കടക്കണം. അവർ പുഴയ്ക്ക് നടുവിലെത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ പാർക്കുട്ടിയെ ഓടുന്നത് നീലാണ്ടനായിരുന്നു. അവർ ഉള്ള ജീവനും എടുത്ത് ഓടി. കയ്യിലെ പഴവും കൊടുത്തു നീലാണ്ടന്. ഉള്ള ജീവനെടുത്ത് ഓടിക്കളഞ്ഞു. പിന്നെ അവർക്ക് പേടിച്ച് 5 ദിവസം കഴിഞ്ഞാണ് അവർ വീടിന് പുറത്ത് വയറ്റാൾക്ക് മാറി ഇറങ്ങിയത്. ഇതേപോലെ കുറെ ചിരിക്കാനായിട്ടുള്ള സന്ദർഭങ്ങൾ ഈ കഥയിലുണ്ട്. ഞാനത് ചുരുക്കി പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചറിയൂ. നന്ദി. ബഷീറിന്റെ മധു എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് ഞങ്ങൾ ഇവിടെ അഭിനയിച്ചു കാട്ടാൻ പോകുന്നത്. ആരാ അവിടെ ചൂളമടിക്കുന്നത്? ഞാനാ. എന്തുവാ പേര്? ബഷീർ. ചെറിയ തോതിൽ എഴുത്തൊക്കെ ഉണ്ട്. 2.5 വർഷമാ കഠിന തടവ്. എന്റെ കൂട്ടുകാരെല്ലാം പോയി. ഞാനിവിടെ തനിച്ചാ. പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സെത്രയാ? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലപാതകമാണല്ലേ? എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ പേര് എവിൻ പോളി. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബഷീറിന്റെ ഒരു കൃതിയാണ്, ശബ്ദങ്ങൾ. 2ാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1947 ബഷീർ രചിച്ച നോവലാണിത്. ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണിത് രചിച്ചിരിക്കുന്നത്. സാധാരണ ബഷീർ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രചനാ ശൈലിയാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കുക. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ബഷീർ കൃതിയാണ് ശബ്ദങ്ങൾ. 2ാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ദാരിദ്ര്യം കൊണ്ട്, ഭക്ഷണം കൊണ്ടും രോഗങ്ങൾ ബാധിച്ചും ആൾക്കാർ മരിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. സൈനികൻ എഴുത്തുകാരനെ സമീപിച്ച് തന്റെ ജീവിതത്തിന്റെ കഥ പറയുന്നു. ഇതൊക്കെയാണ് ഈ കൃതി വായിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്നത്. മലയാള ഭാഷയിൽ മഹാനായ എഴുത്തുകാരന്റെ ചെറിയൊരു വിവരണമാണ് ഇവിടെ ഞാൻ നൽകിയത്. നന്ദി. നമസ്കാരം. എൻ്റെ പേര് എയ്ബൽ ജോബി. എനിക്ക് വായന വളരെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്.
മലയാള സാഹിത്യത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുസ്തകമാണ് പാത്തുമ്മയുടെ ആട്. അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു പുസ്തകം കൂടിയാണ്. ഇതിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഒരു ആടാണ് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. ഒരാട് കേന്ദ്ര കഥാപാത്രമായി വരുമ്പോൾ തന്നെ എത്ര രസകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ദൂരയാത്രയ്ക്ക് ശേഷം ബഷീർ തിരിച്ചു വരുമ്പോൾ ബഷീറിന്റെ ആ കൊച്ചു വീട് ബഷീറിന്റെ സഹോദരനായ അബ്ദുൽ ഖാദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബഷീറിന്റെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീട്ടിലേക്ക് ബഷീറിന് പോകേണ്ടി വരുന്നു. പക്ഷേ തികച്ചും സമാധാന ചുറ്റുപാടാകിയിരിക്കുന്ന ബഷീറിനെ ആ വീട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവിടെ ബഷീറിന്റെ ഉമ്മ, ഉപ്പ, സഹോദരന്മാരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, ഉമ്മയുടെ പൂച്ചകൾ, കോഴികൾ, പിന്നെ നമ്മുടെ പാത്തുമ്മയുടെ ആടും. പാത്തുമ്മ എന്ന് പറയുന്നത് ബഷീറിന്റെ സഹോദരിയാണ്. പാത്തുമ്മ താമസിക്കുന്നത് ബഷീറിന്റെ വീട്ടിലല്ല, സ്വന്തം വീട്ടിലാണ്. പക്ഷേ പാത്തുമ്മ മിക്ക സമയങ്ങളിലും ബഷീറിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് ആടും കൂടെ വരാറുണ്ട്. ആ ആട് വീട്ടുകാർക്ക് വളരെ ശല്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ ഭാഗം ബഷീർ വളരെ രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബഷീർ ചാരികസാരയിൽ ഇരിക്കുമ്പോൾ ബഷീറിന്റെ മുറിയിലേക്ക് ഒരു ആട് കയറി അവിടെ ഇരിക്കുന്ന ബാല്യകാല സഖിയും ശബ്ദവും സാപ്പിട്ടു. എന്നിട്ട് പാത്തുമ്മയുടെ ആട് അവിടെ ഇരിക്കുന്ന പുതപ്പ് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബഷീർ ഓടി വന്ന് ആ പുതപ്പ് വാങ്ങി പറഞ്ഞു, അജസുന്ദരി, ഇതിന്റെ കോപ്പി എൻ്റെ ഒന്നേയുള്ളൂ. ഇതിന് 100 രൂപ വിലയുണ്ട്. നിനക്കിത് തരില്ല. പക്ഷെ നിനക്ക് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ തരാം. അതിന്റെ കോപ്പി എൻ്റെ നിറയെയുണ്ട്. ഇങ്ങനെ കഥ വളരെ രസകരമായി തന്നെ മുമ്പോട്ട് പോകുന്നു. നമ്മളുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ ഈ കഥ വായിച്ചിട്ടുണ്ട്. ഇതിനനുബന്ധിച്ചാണ് ഞാൻ ഈ കഥ കൂടുതലായി അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് ഞാൻ ഈ ബുക്ക് വായിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളും ഈ ബുക്ക് വായിക്കണം. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും ജൂൺ 19 വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി. മലയാള നോവലിസ്റ്റും കഥാകൃത്ത് സാഹിത്യ സമൂഹ പോരാളിയുമായിരുന്നു ബേൽപൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 1908 കൊല്ലം ജില്ലയിലെ വൈക്കം താലോലിപ്പറമ്പിൽ ജനനം. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോയിസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിങ്ങനെ ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം വായിക്കപ്പെട്ടിരുന്ന എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജനകീയ എഴുത്തുകാരനായിരുന്നു ബഷീർ. പ്രേമലേഖനം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ എന്നീ കൃതികൾ ബഷീറിന്റെ പ്രധാന കൃതികളാണ്. 1994 ജൂലൈ 5 അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയെങ്കിലും ബഷീർ ഇന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും ഞാനായിരിക്കും, കരഞ്ഞതും ഞാനായിരിക്കും. കാരണം അതിൻ്റെ അനുഭവമായിരുന്നു.
you.